റൂട്ട് പെർമിറ്റ് അനുവദിക്കാൻ പണവും മദ്യവും കൈക്കൂലി വാങ്ങിയ എറണാകുളം RTO TM ജേഴ്സന്റെ വീട്ടിലെ വിജിലൻസ് പരിശോധന പൂർത്തിയായി. TM ജേഴ്സന്റെ ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് 64,000 രൂപയും 49 മദ്യക്കുപ്പികളും പിടിച്ചെടുത്തു. 15 മണിക്കൂറാണ് വിജിലൻസ് ഇവിടെ പരിശോധന നടത്തിയത്. 64,000 ചില്ലുവാൻ രൂപയോളം പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യക്കുപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ നോക്കണം. അതിപ്പോൾ ഞങ്ങൾ ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അത് അവിടെ അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇനി കോടതിക്ക് പിടിച്ചെടുത്ത സാധനങ്ങൾ, ബാക്കി സാധനങ്ങൾ കോടതിക്ക് കൊടുക്കും. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാംകുമാർ, യഥാർത്ഥത്തിൽ ഈ RTOയുടെ റൂട്ട് തെറ്റിയായിരുന്നു? കഴിഞ്ഞ കുറച്ച് നാളുകളായി റൂട്ട് തെറ്റി ഓടുന്ന ഒരു വണ്ടിയാണ് എറണാകുളം RTO ജേഴ്സൺ. അദ്ദേഹത്തെ വിജിലൻസ് ആ റൂട്ട് ശരിയാക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഓഫീസ് മുറി പൂട്ടിയ നിലയിലായിരുന്നു. ആ റൂം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 64,000 രൂപ, അത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൈക്കൂലി വാങ്ങിയ പണം പലരുടെ പേരിൽ എഴുതി വെച്ചിരുന്ന തെളിവ് സഹിതം വിജിലൻസിന് ലഭിച്ചത്. പിന്നീട് ആ വീട്ടിലൊരു മിനി ബാറാണ് ഒരുക്കിയിരുന്നത്. അത് വിദേശ നിർമ്മിത വിദേശ മദ്യമാണ് ആ ബാറിൽ സൂക്ഷിച്ചിരുന്നത്. 49 കുപ്പികൾ, അത് ലക്ഷങ്ങൾ വില വരുന്ന കുപ്പികൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും 15 മണിക്കൂർ നീണ്ട വിജിലൻസ് പരിശോധന അവസാനിച്ചു. ബാങ്കിംഗ് ഇടപാടുകളുടെ രേഖകളും നിക്ഷേപങ്ങളുടെ രേഖകളും ഒക്കെ വിജിലൻസ് അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയ മദ്യം എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അബ്കാരി കേസ് RTOയ്ക്കെതിരെ വരുമെന്ന് ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ട് വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ RTOയെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ ഗതാഗത വകുപ്പ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന് കാത്തു നിൽക്കേണ്ട എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയതായും അറിയുന്നുണ്ട്. ഏതായാലും വലിയൊരു അഴിമതിക്കാരനെ തന്നെയാണ് വിജിലൻസ് പിടികൂടിയിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ചെക്ക് പോസ്റ്റിലിരുന്ന കാലം മുതൽ കൈക്കൂലി വാങ്ങുകയും പിന്നീട് വിജിലൻസിന് കൊടുക്കാനെന്ന പേരിൽ സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പോലും പണം വാങ്ങുകയും ചെയ്ത ഒരു വൻ തോക്കിനെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ ഇടപാടുകൾക്ക് കൂട്ടിനിന്ന 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരെയും ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. തുടരന്വേഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ മാത്രമാകും എത്ര നാളായി ഈ നാട്ടുകാരെ പിഴിഞ്ഞ് കൈക്കൂലിപ്പണം ഇങ്ങനെ വാങ്ങുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. SK